ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഔട്ട് പാസ് ആയിട്ട് നമ്മൾ പുതിയൊരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ, ഏത് സ്ഥലമെന്ന് ആർക്കും അറിഞ്ഞൂടെ, പുതിയൊരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു മിനി വ്ളോഗ് എന്ന് പറയുന്നത്. നിങ്ങൾ ഫുള്ളിരുന്ന് കാണണം. നമുക്ക് എങ്ങോട്ടാണ് പോകണതെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഗേസ് നമ്മളിപ്പോൾ ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അവരും കൂടെ വന്നിട്ട് നമ്മുടെ ജേർണി നമ്മൾ തുടങ്ങും. അപ്പോൾ ഞാൻ വേറെ ഒരാളെ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ബൈ. എവിടെ പോകണം ഫീ? നമ്മൾ ഇന്ന് മെഡിക്കൽ കോളേജിലോട്ട് പോകാം ഗൈസ്. മെഡിക്കൽ കോളേജ് ഇവിടെ ഹോസ്പിറ്റലിൽ പോണ കോലമാണോ ഇത്? ഇങ്ങനെയാണോ ഇനി ഹോസ്പിറ്റലിൽ പോണേ? ഭയങ്കര പനിയാണ്. ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. കൂടി കെട്ടി വയ്ക്കാൻ പോകുന്നതിനെ കുഴപ്പമില്ല. എന്താ ഗിഫ്റ്റ്? എന്തിനാ? ഓ ക്യൂട്ട്. ഇല്ലല്ലോ, ഓവറൊന്നും അല്ല. ഗിഫ്റ്റ് മോളുടെ ക്യൂട്ട്നെസ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നിങ്ങൾ ആ ചളി കേൾക്കണം. ഗിഫ്റ്റ് മോളുടെ നമുക്ക് നമ്മൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ അരമണിക്കൂർ. ഇതുവരെ അജീറ്റ എന്ന് പറയുന്ന വ്യക്തി വന്നിട്ടില്ല. അങ്ങനെ നമ്മളിപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുവാണ്. എനിക്ക് ഒഴുകി നിൽക്കാൻ കൂടുതൽ ദേഷ്യം വേറെ ഒന്നുമില്ല. വർഷ കണ്ടില്ലല്ലേ ആദ്യത്തെ വ്ളോഗിൽ? വർഷയുടെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. എവിടെ നോക്കട്ടെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ ഒന്നുകൂടെ കാണിച്ച്. പക്ഷേ എന്താ നീ കാണിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഇത്ര നേരം കാണിച്ചിരിക്കുന്നത് എന്റെ കൊച്ചു കുട്ടിയാണ്. ഇത് മൊത്തം അവള് എന്താ പറയാ. എനിക്ക് വൈകി കേസ് ഇനി വെയിറ്റ് ചെയ്യാൻ. ഞാൻ ഒറ്റയ്ക്ക് പോകാൻ പോകണം. ഇവിടെ ഇതിവിടെ ആരുമില്ല. ഇവിടെ ആരുമില്ല. ഇതുണ്ട് ഇവിടെ. നീതു ആരാ? എവിടെ പോകുന്നു? എന്തൊക്കെ പറയുന്നുണ്ട്. നമ്മൾ എന്നും പോകുന്ന സ്ഥലത്ത് തന്നെയാണ് പോകുന്നത്. നമ്മൾ ഡെയിലി കോളേജിൽ പോകുന്ന വഴിയിലോട്ടാണ് പോകുന്നത്. അടുത്ത വള്ളി പിടിക്കാൻ പോവുകയാണ്. അതെ അതെ, കണ്ടോ, നമ്മളെല്ലാരും ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അജീറ്റ് ഇതുവരെ വന്നില്ല. നീ വന്ന ക്യാമറ മുന്നിൽ നിന്നോ എടുത്ത് അണ്ണാക്കിലോട്ട് ഇട്. അങ്ങനെ നമ്മുടെ വലിയൊരു ജേർണി നമ്മളിവിടെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ബസ്സിലാണ്. ഗായ്സ്, നമ്മൾ ബസ് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ എങ്ങോട്ട് പോകുന്നത് നമുക്കറിയത്തില്ല. ഓ ചളി. ഗായ്സ്, നമുക്ക് നോക്കാം. നടന്നു നോക്കാം ഗൈസ്. ഒരു വഴി കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ 8 മണി തൊട്ട് നമ്മൾ വെയിറ്റ് ചെയ്തത്. ഈ ഒരു കുട്ടിക്ക് വേണ്ടിയാണ്. ഒരിടവും ഇല്ലാതെ ഇന്ന് അവൾ പള്ളിയിൽ പോയിരിക്കുന്നു. നമ്മുടെ കോളേജിന്റെ അവിടെയുള്ള സ്ഥലങ്ങളാണ്. കണ്ടോ, നല്ല ആകാശം, നല്ല വായു, നല്ലൊരു അന്തരീക്ഷമാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ പോകുന്ന വഴി. നല്ലൊരു മരമുണ്ട്. മുള. അറിയത്തില്ല കേസ്, ഒന്നിനും വിവരമില്ല. നേഴ്സിംഗ് പഠിക്കണമെന്നേ ഉള്ളൂ. ലോക വിവരമൊന്നും ആർക്കുമില്ല. നല്ല ഭംഗിയുണ്ടല്ലേ സ്ഥലം. ഇത് കണ്ടോ, ഒരു അമ്പലം. ഈ അമ്പലം കാണാനാണ് നമ്മൾ ഇത്രയും നേരം വന്നത്. പക്ഷെ ഇത്രയും ദൂരം വന്നത്. അതല്ലേ അമ്പലം? അതാണ് അമ്പലം. നല്ല പാറയൊക്കെ ഉണ്ട്. വെയിലില്ലായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. വെള്ളമൊക്കെ വീഴുന്നുണ്ട്. അയ്യോ, നമ്മളിപ്പോൾ ഈ ഒരു പാറ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എങ്ങോട്ട് പോകുമെന്ന് അറിയത്തില്ല. ഇവിടെ ഈ ലാസ്റ്റ്
ഈ വഴിയുടെ ഏറ്റവും ലാസ്റ്റാണ് ഈ പാറ. പിന്നെ അങ്ങോട്ട് ഇനി സ്ഥലങ്ങളൊന്നുമില്ല. അയ്യോ പോകുന്നത് അപ്പുറം ഒന്നും കാണത്തോ. അപ്പോൾ ഈ ഒരു പാറ മുകളിലെ വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. കണ്ടോ, നമ്മുടെ ഹോസ്റ്റല്, നമ്മുടെ കോളേജെല്ലാം ഇവിടെ നിന്നാ കാണാം. പുല്ലുണ്ട് ഗൈസ്, പാറയിൽ പുല്ലുണ്ട്. ഓ വാട്ട് ആൻ ഈസ്തെറ്റിക്. കണ്ടോ, എൻ്റെ നിഴലാണ് നിങ്ങൾ ഈ കാണുന്നത്. നമുക്ക് ഇതിൽ കൂടെ നടന്നു പോകാം. ആത്മഹത്യ ചെയ്യാൻ പോയി നിൽക്കുവാണ്. കണ്ടോ ഈ സ്ഥലം, കണ്ടോ നല്ല സ്ഥലമാണ് ഗൈസ്. നമ്മളിപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവുകയാണ്. എല്ലാവരും നല്ല വെയിലൊക്കെ അടിച്ച് ചത്തിരിക്കുവാണ്. ഓക്കെ, നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഉടനെ ഞാൻ ഇടുന്നതാണ്. അതുകൊണ്ട് അജീറ്റുണ്ട് ഗൈസ്. ഓക്കെ, ഇനി എന്തെങ്കിലും പോയി ഫുഡ് കഴിക്കണം, വെള്ളം കുടിക്കണം, അത്രയ്ക്ക് തളർന്നു. ഓക്കെ, അപ്പം നമ്മളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിലത്തിരിക്കുകയാണ് ഗൈസ്. സഹല ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്താണ് പറയാനുള്ളത്? ഞാൻ പ്രതീക്ഷയില്ല. ഓൾറെഡി ഇവരെനിക്ക് ഗിഫ്റ്റ് തന്നു. ഞാൻ ഇവിടെ കൊള്ളാം കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ദേവു, ഹാപ്പി ബർത്ത്ഡേ ടു യു. നീതു നിങ്ങൾക്ക് ആദ്യം കൊടുക്കും. കൈ വരച്ചുവാ. ഇനി നിങ്ങൾ ചെല്ലേ ഗൈസ്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇവർ എനിക്ക് ഒരു കേക്കും കൂടെ ഗിഫ്റ്റ് തന്നു. ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. എല്ലാവരും കൂടെ എന്നെ സർപ്രൈസ് ആക്കി ഗൈസ്. കണ്ടോ കോലങ്ങൾ. അശു, നമ്മളിപ്പോൾ ഷാർജ കുടിക്കാനായിട്ട് നമ്മുടെ തന്നെ കോളേജിലെ കേട്ടിട്ട് ഇവരാണ് എനിക്ക് സർപ്രൈസ് വാങ്ങാൻ പോയ ആൾക്കാർ. അങ്ങനെ നമ്മൾ ഷാർജ കുടിച്ചിറങ്ങി ബസ്. ഇനി നമ്മൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവുകയാണ് ബസ്. നമ്മൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകും. ണ്ടോ ടയേർഡായി വന്ന് നടക്കുന്ന രണ്ടാൾക്കാർ. ആ കൊള്ളാടി നിന്നെ കാണാൻ. സത്യ എങ്ങനെ ഉണ്ടായിരുന്നു? വേറെ ഒരാളാണ് ക്ഷീണിച്ചൊന്ന് നടപ്പുണ്ട്. അതെന്തോ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഗൈസ്. ഫേസ് വാഷ് ഒക്കെ ചെയ്തു. അതെ, നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നു ഗൈസ്. ബൈ. ഫുഡ് കഴിക്കാൻ പോകുന്നു. നമുക്ക് ബിരിയാണിയാണ്. ബിരിയാണി, പപ്പടം, പിന്നെ ഇതൊക്കെ ഉണ്ട്. എല്ലാവരും കഴിക്കുകയാണ് ഗൈസ്. എന്തുവാ വരുമ്പോൾ ഒരു കപ്പൂടെ ഇങ്ങനെ തൊഴിക്കാം. എല്ലാവരും ഉറക്കമാണ് കേട്ടോ. ഞാനും ഉറങ്ങാൻ പോവുകയാണ് ഗൈസ്. നമ്മളെല്ലാവരും ഉറങ്ങാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നല്ലൊരു ഈവനിങ് ആണ്. ഇപ്പോൾ ഹോസ്റ്റൽ ഈവനിങ് ആണ്. നമ്മൾ ഉറങ്ങി. എണീറ്റ് ഉച്ചയ്ക്ക് വന്നിട്ട് നമ്മൾ നല്ലോട്ട് ഉറങ്ങി. എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഇല്ല ഫോട്ടോ എടുത്തെടുത്ത്. ഇനി പിന്നെ എനിക്ക് സർപ്രൈസ് ഒക്കെ തന്നു. ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, നല്ല മഴ സീസൺ. ഇവിടെ നീതു എൻ്റെ ഫോണിലെടുത്ത ഫോട്ടോസ് നോക്കിയാണ് ഗൈസ്. ഇവിടെ നീതു ഞാൻ തിരിവേല വർഷയുടെ ഫോണാണ് എന്നാ. താഴെ കൂടെ സഹലയും അതുപോലെ അജീറ്റൊക്കെ തുണിയൊക്കെ കഴുകിട്ട് വരുന്നുണ്ട്. സൂം ചെയ്യാൻ കിട്ടത്തില്ലെന്ന് തോന്നുന്നു. അവിടെ കിടന്ന് ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതായത് നമ്മൾ ഇന്ന് ഒന്നും തിന്നുന്നില്ല. കുറെ ഉണ്ടകളുണ്ട് കണ്ടോ. കിഴുത്തല്ല മുണ്ട. ഓ അതെ. സോ
സോ ഗൈസ്, ഇതാണ് എൻ്റെ സൺഡേ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. സൺഡേ ഔട്ട് പാസിനൊക്കെ പോയി അവരെനിക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒട്ടും പ്രതീക്ഷയില്ല. എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 വീക്കായി. എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ അവരെനിക്ക് സർപ്രൈസ് തന്നു. പിന്നെ അതിന് ശേഷം ഈവനിങ്ങിലുള്ള വീഡിയോസ് എനിക്ക് നേരെ എടുക്കാൻ പറ്റിയില്ല. നല്ല മഴയായിരുന്നു. പിന്നെയും കിടന്നുറങ്ങി. അപ്പോൾ രാത്രി എത്ര അസൈൻമെൻറ്റ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ എഴുതി കഴിഞ്ഞിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.